ഹായ്. നിങ്ങൾ ലൈഫിൽ ഹോപ്പ്ലെസ് ആണോ? അതായത് നിങ്ങളുടെ ലൈഫിൽ ഒന്നും വർക്കൗട്ട് ആവുന്നില്ല. നിങ്ങൾ ലൈഫിലൊരു പ്രതിസന്ധി ഘട്ടം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഹോപ്പ്ലെസ് ആയി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ കാണുക. കാരണം നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായ എന്തെങ്കിലും ഒരു മെസ്സേജ് ഈ വീഡിയോയിൽ കാണും. ഞാൻ എൻ്റെ പേഴ്സണൽ സ്റ്റോറി എക്സ്പീരിയൻസിൽ നിന്ന് ഷെയർ ചെയ്യാം. കാരണം 5 വർഷം മുമ്പ് ലൈഫ് ഫുൾ ഹോപ്പ്ലെസ് ആയൊരു വ്യക്തിയായിരുന്നു ഞാൻ. അതായത് എനിക്ക് എൻ്റെ ലുക്സിനെ പറ്റിയും എൻ്റെ ബോഡിയെ പറ്റിയും എൻ്റെ സ്കിൽ സെറ്റിനെ പറ്റിയും എല്ലാത്തിനെ പറ്റിയും ഇൻസെക്യൂർ ആയിട്ടുള്ള ആളായിരുന്നു ഞാൻ. എനിക്ക് ഫ്രണ്ട്സ് ഒന്നുമില്ലായിരുന്നു. ഐ ഹാഡ് 0 ഫ്രണ്ട്സ്. എനിക്ക് കോണ്ടാക്ട്സ് ഒന്നുമില്ലായിരുന്നു. എൻ്റെ ഉള്ളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ ഷെയർ ചെയ്യാൻ കൂടി ഒരാളില്ലായിരുന്നു. അത്രയ്ക്കും ലോൺലിനെസ്സിൽ കൂടി പൊയ്ക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു ഞാൻ. ഈവൻ എൻ്റെ ലൈഫ് എന്തായി തീരുമെന്നും ഞാൻ ഇനി ജീവിക്കുമോ എന്ന് പോലും ഞാൻ ക്വസ്റ്റ്യൻ ചെയ്തിരുന്ന ചില സന്ദർഭങ്ങളും നിമിഷങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയൊക്കെ കടന്നുപോയി അവസാനം ഇപ്പം ഞാൻ വളരെ നല്ലൊരു സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിന് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഗോഡ്, യൂണിവേഴ്സ് എല്ലാവർക്കും നന്ദി പറയുന്നു. സോ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് മെസ്സേജസ് ഞാൻ ഷെയർ ചെയ്യാം. ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത്, ട്രസ്റ്റ് ഇൻ ഗോഡ് ഓർ യൂണിവേഴ്സ്. നിങ്ങൾക്ക് അൾട്ടിമേറ്റ്ലി നമ്മൾ കാണുന്ന വേൾഡിന് അതീതമായി ഒരു ഹയർ പവർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ആ ഹയർ പവറിൽ നിങ്ങൾ വിശ്വസിക്കുക. ഇപ്പോൾ നിങ്ങൾ ഗോഡെന്ന് വിളിക്കാം, അല്ലെങ്കിൽ യൂണിവേഴ്സ് എന്ന് വിളിക്കാം. സോ അതിൽ അടിയുറച്ച് വിശ്വസിക്കുക. കാരണം ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന ഈ സമയവും അതും കടന്നു പോകും. കാരണം ഇതൊന്നും നിങ്ങളുടെ കൺട്രോളിലുള്ളൊരു കാര്യമല്ല. അൾട്ടിമേറ്റ്ലി നമ്മളുടെ റിയാലിറ്റിയെ കൺട്രോൾ ചെയ്യാൻ ഇതിനൊക്കെ മുകളിൽ ഒരാളുണ്ട്. ആ ഒരു വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ വരുത്തുക. അതുപോലെ തന്നെ എന്ത് പ്രതിസന്ധിയാണെങ്കിലും ഈ സമയവും കടന്നു പോകും. ട്രസ്റ്റ് മീ. പിന്നെ രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, എക്സ്പ്രസ് ഗ്രാറ്റിറ്റ്യൂഡ്. അതായത് ഈവൻ ചെറിയ ചെറിയ കാര്യങ്ങൾക്കാണെങ്കിൽ കൂടി നമ്മൾ നന്ദി പ്രകടിപ്പിക്കുക. കാരണം ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു ഇമോഷനാണ്. വെനെവർ വി എക്സ്പ്രസ് ഗ്രാറ്റിറ്റ്യൂഡ്, നമ്മുടെ ബ്രെയിനിലാണെങ്കിലും കൂടുതൽ സെറോട്ടോണിൻ പോലുള്ള ഹാപ്പിനെസ് ഇൻഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് വരുന്നത്. സോ ഇപ്പോൾ നമ്മളൊരു പ്രശ്നത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ നമ്മളെപ്പോഴും നമുക്കില്ലാത്ത കാര്യങ്ങളായിരിക്കും ചിന്തിക്കുക. എനിക്കിതില്ല, ഞാൻ വിചാരിക്കുന്ന പോലെയൊന്നും കാര്യങ്ങൾ നടക്കുന്നില്ല. പക്ഷെ നമ്മുടെ ലൈഫിൽ എന്ത് വർക്കൗട്ട് ചെയ്യുന്നു എന്നും കൂടി നമ്മൾ ചിന്തിക്കണം. പലപ്പോഴും നമ്മുടെ ലൈഫിൽ ഒരു പ്രശ്നം വരുമ്പോൾ നമുക്കില്ലാത്ത കാര്യങ്ങളിലേക്കാണ് നമ്മുടെ ഫോക്കസ് പോകുന്നത്. നമുക്കുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ചിന്തിക്കുകയേയില്ല. അവിടെയാണ് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് വേണ്ടത്. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ യു ആർ ബ്ലെസ്ഡ്. കാരണം നിങ്ങൾക്ക് ഫോണുണ്ട്, നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഉണ്ട്, നിങ്ങൾക്ക് കിടക്കാനൊരിടമുണ്ട്, ഫുഡ് കിട്ടുന്നുണ്ട് എല്ലാ ദിവസവും. ഇതൊക്കെ ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഡെയിലി ഫുഡ് കഴിക്കാനില്ലാതെ, കിടക്കാനിടമില്ലാത്ത എത്രയോ ആൾക്കാർ നമ്മുടെ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട്. സോ നമുക്കുള്ള കാര്യങ്ങളൊക്കെ വി ആർ ജസ്റ്റ് ടേക്കിംഗ് ഇറ്റ് ഫോർ ഗ്രാൻഡ്. സോ പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ്. കാരണം നമുക്കൊരു പ്രോബ്ലം വരുന്ന ടൈമിൽ നമ്മൾ എന്താ വിചാരിക്കുക എന്ന് വെച്ചാൽ നമ്മൾ ആ സമയത്ത് ലാക്ക് മൈൻഡ് സെറ്റിൽ നിന്നായിരിക്കും വർക്ക് ചെയ്യുക. സോ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളില്ല എന്നുള്ളതിലായിരിക്കും നമ്മുടെ ഫോക്കസ് ഫുള്ള്. സോ നമുക്കുള്ള കാര്യങ്ങളെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യില്ല ആ ടൈമിൽ. സോ ഇഫ് വി ലുക്ക് ഇൻ ടു വാട്ട് വി ഹാവ്, നമുക്ക് ഉള്ള കാര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കി അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ മുന്നിൽ ഓപ്പൺ ആകുന്ന ഓപ്പർച്യൂണിറ്റീസിനെ നമുക്ക് കൂടുതലായിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. നമ്മൾ ലാക്ക് മൈൻഡ് സെറ്റിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഈവൻ നമ്മുടെ മുന്നിൽ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ പോലും നമ്മൾ ആ സ്ട്രെസ്സിൻ്റെ ഇടയിൽ അത് തിരിച്ചറിയില്ല. സോ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ട്. നമുക്ക് നമ്മുടെ ഫ്രണ്ടിലുള്ള ഓപ്പർച്യൂണിറ്റീസിനെ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് കൂടുതൽ ഹാപ്പിനെസ് തോന്നും. നമുക്ക് കൂടുതൽ ബ്ലെസ്ഡ് ആണ് നമ്മൾ പോലും അറിയാതെ വിശ്വസിക്കും. അടുത്തായിട്ട് എനിക്ക് പറയാനുള്ളത്, റിജക്ഷൻ ഈസ് റീഡയറക്ഷൻ. ഇപ്പോൾ നമ്മളുടെ എല്ലാവരുടെ ലൈഫിലും നമ്മൾ റിജക്ഷൻസ് നേരിടാം. ഇപ്പോൾ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ പാർട്ട്ണറിൽ നിന്നായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച് വെച്ചിരുന്ന ഏതെങ്കിലും ഫൈനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റീസ് എന്തോ ആയിക്കോട്ടെ, ഇതിൽ നിന്നൊക്കെ മേ ബി
നമ്മുടെ ലൈഫിൽ നമ്മൾ റിജക്ഷൻസ് നേരിടാം. നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കാതെ വരാം, ഒബ്സ്റ്റക്കിൾസ് വരാം. പക്ഷെ ഇത് വരുന്ന സമയത്ത് നാച്ചുറലി നമ്മൾ വിചാരിക്കും, ഈശ്വര എന്താണ് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത്, വൈ ആം ഐ സഫറിങ് ഇൻ ദിസ് സിറ്റുവേഷൻ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മോസ്റ്റ് ഓഫ് ദ ടൈം ഈ റിജക്ഷൻ സംഭവിക്കുന്നത് നമ്മളെ അതിനേക്കാളും വേറെ അതിലും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്കോ അതിലും ബെറ്റർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്കോ നമ്മളെ പുഷ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഇവൻ്റാണത്. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റിൽ നമ്മളതിനെ കാണണം. നമ്മൾ ആ ഒരു രീതിയിൽ അതിനെ കണ്ടില്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരു വിക്ടിം മൈൻഡ് സെറ്റിൽ എനിക്ക് മാത്രം എന്താ പറയുക, ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങളും എനിക്ക് സംഭവിക്കുന്നു എന്നൊക്കെ വിചാരിച്ച് നമ്മൾ വിക്ടിം മൈൻഡ് സെറ്റിൽ നമ്മൾ തന്നെ ഇങ്ങനെ അടിഞ്ഞുകൊണ്ടിരിക്കും. സോ എല്ലാം എന്ന് പറയുന്നത് നമ്മുടെ ഒരു മൈൻഡ് സെറ്റാണ്. നമ്മൾ കുറച്ച് പോസിറ്റീവായിട്ട് ചിന്തിക്കുക എന്ന് പറയുമെങ്കിലും അതത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ എന്തെങ്കിലും പ്രോബ്ലംസോ എന്തെങ്കിലുമൊക്കെ വരുന്ന സമയത്താണ് നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കേണ്ടത്, അതിൻ്റെ പോസിറ്റീവ് സൈഡ് കാണേണ്ടത്. മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മുടെ ലൈഫിൽ വരുന്ന റിജക്ഷൻസ്, അതായത് ഗോഡ് അല്ല യൂണിവേഴ്സ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് റീഡയറക്ഷൻ തരുന്നതായിരിക്കും. ഇപ്പോൾ എൻ്റെ ലൈഫിൽ തന്നെ ആയിക്കോട്ടെ, ഞാൻ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് സമയത്ത് എനിക്കാദ്യം കുറേ ഓപ്പർച്യൂണിറ്റീസ് മിസ്സായി. ഞാൻ വിചാരിച്ച കമ്പനീസിൽ നിന്നൊന്നും എനിക്ക് ഇൻ്റർവ്യൂ കോൾസ് ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഭയങ്കര ഡെസ്പറേറ്റ് ആയിരുന്നു. ഞാൻ ഭയങ്കര സാഡായി, തന്നെ ഇരുന്ന് കരയാനൊക്കെ തുടങ്ങി. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു, ഞാൻ എൻ്റെ എഫേർട്ട് മാക്സിമം ഞാൻ ഇട്ടു. പിന്നെ ബാക്കി കിട്ടാനുള്ളതെന്ന് വെച്ചാൽ അത് നമ്മുടെ എന്താ പറയുക, ഗോഡിൻ്റെ ഗിഫ്റ്റാണ്. അപ്പോൾ കിട്ടാനുള്ളതാണെങ്കിൽ നമുക്ക് കിട്ടും. ഞാനത് ജസ്റ്റ് യൂണിവേഴ്സിന് സറണ്ടർ ചെയ്തു. ഞാൻ എഫേർട്ട് ഇടാനുള്ളത് ഇട്ടു, ഇനി ബാക്കി നിങ്ങൾ എനിക്ക് തരിക, അത് ഞാൻ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ആ ഒരു രീതിയിൽ ഞാൻ സറണ്ടർ ചെയ്തു. പക്ഷെ അത് കഴിഞ്ഞ് കുറച്ച് നാളുകൾക്ക് ശേഷമാണ് എനിക്ക് അതിലും കൂടുതൽ, അതിലും ബെറ്റർ പാക്കേജും അതിലും കൂടുതൽ, അതിലും വലിയ നല്ല കമ്പനിയിൽ നിന്നുള്ള ഓഫർ എനിക്കത് കഴിഞ്ഞ് കിട്ടി. പക്ഷെ നമുക്ക് ജസ്റ്റ് വേണ്ടത് കുറച്ച് പേഷ്യൻസ് ആണ്. നമുക്ക് ഈ റിജക്ഷൻസ് വരുന്ന സമയത്ത് നമ്മുടെ പേഷ്യൻസ് പോകും, നമ്മൾ പാനിക്കാകും, നമ്മൾ ആകെ വെപ്രാളം പിടിക്കും, ധൃതി വെക്കും. ഇതെല്ലാം മാറ്റി നമ്മൾ കുറച്ച് കാമായി നമ്മുടെ റൈറ്റ് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യുകയാണ് വേണ്ടത്. പിന്നെ ഞാൻ എപ്പോഴും ലീവ് ചെയ്യുന്നൊരു മോട്ടോ ഉണ്ട്. ഞാൻ എപ്പോഴും എന്നെ ഇൻസ്പയർ ചെയ്യുന്നൊരു മോട്ടോ എന്ന് പറയുന്നതാണ്, ഇഫ് ഇറ്റ്സ് ട്രൂലി മെൻറ്റ് ഫോർ യു, നോ ബഡി ക്യാൻ ടേക്ക് ഇറ്റ് അവേ ഫ്രം യു. ഈ ഒരു മോട്ടോ ഞാൻ എപ്പോൾ മനസ്സിൽ വിചാരിച്ചാലും എനിക്ക് ഭയങ്കര പോസിറ്റിവിറ്റിയും ഭയങ്കര മോട്ടിവേഷനും കിട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ഒരു ഓപ്പർച്യൂണിറ്റിയോ എന്തോ ആയിക്കൊള്ളട്ടെ, അത് നമുക്ക് ട്രൂലി, ഇഫ് ഇറ്റ്സ് ട്രൂലി മെൻറ്റ് ഫോർ അസ്, ലോകത്ത് ഏത് ശക്തി വിചാരിച്ചാലും അതിന് നമ്മളിൽ നിന്ന് എടുക്കാൻ പറ്റില്ല. ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കാം, അത് എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ആ ഒരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് വെറുതെ ഫ്രീ ആയിട്ട് നടക്കാം. നമ്മൾ നമ്മുടെ ഡ്യൂട്ടി ചെയ്യുക, ബാക്കി ജസ്റ്റ് ആ കൺട്രോൾ അങ്ങ് എടുത്തു കളഞ്ഞ് എനിക്ക് കിട്ടാനുള്ളത് എനിക്ക് റൈറ്റ് ടൈമിൽ എനിക്ക് വന്നു ചേരും എന്നുള്ള ട്രസ്റ്റോടെ നമ്മൾ ജീവിച്ചാൽ നമുക്ക് മെൻ്റൽ പീസ് നമുക്ക് വന്നു ചേരും. അങ്ങനൊരു വിശ്വാസം നമുക്കുള്ള സമയത്ത് നമുക്ക് അൺനെസസറി ആയിട്ട് നമ്മളിങ്ങനെ വറി ചെയ്യേണ്ട കാര്യമില്ല. വറി വരുന്ന എപ്പോഴാണ്, നമുക്ക് നമ്മളിൽ തന്നെ ഒരു വിശ്വാസം ഇല്ലാത്തപ്പോഴാണ്. അതായത് അത് പോകുമോ ഇത് പോകുമോ അങ്ങനെയൊക്കെയുള്ളൊരു ചിന്ത വരുമ്പോഴാണ് നമുക്ക് ഈ അൺനെസറി ആയിട്ട് വറി വരുന്നത്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും അത് എനിക്കുള്ളതാണെങ്കിൽ എനിക്ക് കിട്ടും എന്നൊരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഈ അനാവശ്യമായി വറി ചെയ്യുന്ന ആ കൺട്രോൾ ചെയ്യാനുള്ള നമ്മുടെ ഉള്ളിലെ ആ ടെൻഡൻസി നമുക്ക് എടുത്തങ്ങ് കളയാൻ പറ്റും. സോ ജസ്റ്റ് തിങ്ക് ലൈക്ക് ദാറ്റ്. പിന്നെ എനിക്ക് അടുത്തായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, സ്റ്റോപ്പ് കമ്പയറിങ്. നമ്മൾ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യരുത് ദയവ് ചെയ്ത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഓരോരുത്തരും അവരവരുടെ ടൈം ലൈനിലായിരിക്കും ലീവ് ചെയ്യുന്നത്. ഇപ്പം നമ്മളിപ്പോൾ ഒരാളെ കാണുന്നു, നമ്മൾ വിചാരിക്കുന്നു ഓ
പേഴ്സൺ ഭയങ്കര സക്സസ്ഫുള്ളാണ്, അവർ എന്ത് വിചാരിച്ചാലും അവർ ചെയ്യുന്നുണ്ട്, അവർ വിചാരിച്ച കാര്യങ്ങളെല്ലാം അടിപൊളിയായിട്ട് ചെയ്യുന്നു, ലൈഫെല്ലാം അടിപൊളിയായിട്ട് ജോളിയായിട്ട് പോകുന്നു. പക്ഷെ നമുക്കറിയില്ല അവർ എന്തൊക്കെ പ്രോബ്ലംസ് സഫർ ചെയ്തിട്ടായിരിക്കും ആ സ്ഥലത്ത് ആ പ്ലേസിൽ എത്തിയെന്ന് നമുക്കറിയില്ല. നമ്മൾ അവരുടെ ലൈഫിൻ്റെ ജസ്റ്റ് ഒരു പീസാണ് കാണുന്നത്, ഒരു ചെറിയൊരു ടൈം ലൈൻ മാത്രമാണ് നമ്മൾ കാണുന്നത്. അത് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ജഡ്ജ്മെൻറ്റ് മേക്ക് ചെയ്യുന്നതും, അത് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ഹോൾ ലൈഫ് അവരുമായിട്ട് കമ്പയർ ചെയ്യുന്നത്. അതെന്ത് സ്റ്റുപ്പിഡിറ്റി ആണെന്ന് ആലോചിച്ച് നോക്കൂ. എല്ലാവരുടെയും ലൈഫ് ഡിഫറെൻ്റ് ആണ്, നമ്മൾ വളർന്നു വന്ന സിറ്റുവേഷൻസ് ഡിഫറെൻ്റ് ആണ്, അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ വേറൊരാളായിട്ട് കമ്പയർ ചെയ്താൽ അതെങ്ങനെ ശരിയാവും? നമ്മളെപ്പോഴും നമ്മളായിട്ട് തന്നെയാണ് കമ്പയർ ചെയ്യേണ്ടത്. അതായത് ഇന്നലത്തെ എന്നെ ആയിട്ട് വേണം കമ്പയർ ചെയ്യാൻ. ഞാൻ എത്ര പ്രോഗ്രസ് ഉണ്ടാക്കി, ഇന്നലത്തേതിൽ നിന്നും ഞാൻ എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യാൻ ഇന്ന് ശ്രമിച്ചു, അതാണ് റൈറ്റ് ആയിട്ടുള്ള കമ്പാരിസൺ. അതിന് പകരം നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരുമൊക്കെ ആയിട്ട് കമ്പയർ ചെയ്ത് അനാവശ്യമായിട്ട് വറി ചെയ്ത് ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്നത് ഭയങ്കര അൺനെസറി ആയിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. ഇതിന് വൺ ഓഫ് ദി മെയിൻ റീസൺ സോഷ്യൽ മീഡിയ ആണെന്ന് തന്നെ പറയാം. നമ്മൾ ഇൻസ്റ്റാഗ്രാം തുറക്കുന്നു, ഫ്രണ്ട്സിൻ്റെ സ്റ്റോറി കാണുന്നു, എന്നിട്ട് സാഡായിട്ട് ഡിപ്രഷനായിട്ടിരിക്കുന്നു, ചിന്തിക്കുന്നു അവരെല്ലാവരും ഭയങ്കര ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു. പക്ഷെ ഞാനൊരു സത്യം പറയട്ടെ, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് എന്നൊക്കെ പറയുന്നത് ഫിൽട്ടർ ഇട്ടൊരു സംഭവമാണ്. നമ്മുടെ ലൈഫിൽ ഹാപ്പിനെസ് ആണെന്ന് ആൾക്കാർക്ക് തോന്നുന്ന കാര്യങ്ങൾ മാത്രം എടുത്ത് ഷോക്കേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണത്. ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് പറയുകയാണ്, ഞാൻ ഈവൻ എൻ്റെ ലൈഫിൽ ഭയങ്കര എന്താ പറയുക ഹാർഡ്ഷിപ്പ് ഫേസ് ചെയ്ത സമയത്തും മെൻ്റലി ഞാൻ ഒട്ടും ഹാപ്പി അല്ലാതിരുന്ന സമയത്തുമെല്ലാം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ട്രെയിൻ പോലെ സ്റ്റോറി പോസ്റ്റ് ചെയ്യുമായിരുന്നു. കാണുന്നവർ വിചാരിക്കും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഞാൻ അടിച്ചു പൊളിക്കുകയാണ്, സന്തോഷിച്ചിരിക്കുകയാണ്. പക്ഷെ ഉള്ളിൽ എന്താ നടക്കുന്നതെന്ന് എനിക്കറിയാം. പിന്നെ ഞാൻ സ്റ്റോറി ഒന്നും പോസ്റ്റ് ചെയ്യാത്ത ഒരു മന്തായിരുന്നു എനിക്ക് തോന്നുന്നു എൻ്റെ വൺ ഓഫ് ദി മോസ്റ്റ് ഹാപ്പിയസ്റ്റ് മന്ത്. അതാണ്. അപ്പം നമുക്ക് ട്രൂലി നമ്മൾ മെൻ്റലി ഹാപ്പി ആയിരിക്കുന്ന സമയത്ത് നമുക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ ഷോക്കേസ് ചെയ്യേണ്ടത് അത് ബാക്കിയുള്ളവർക്ക് എന്താ പറയുക ഷോക്കേസ് ചെയ്ത് കാണിക്കേണ്ട ആവശ്യമൊന്നും വരണില്ല. സോ ജസ്റ്റ് ട്രസ്റ്റ് ദാറ്റ് ഈ സോഷ്യൽ മീഡിയയുമായിട്ട് ഇൻഫ്ലുവൻസ്ഡായി നമ്മളതിൽ കമ്പയർ ചെയ്ത് മെൻ്റൽ പീസ് കളയുന്നത് വളരെ അൺനെസറി ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഇനി അടുത്തായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക. നമ്മൾ ലൈഫിൽ ഹോപ്പ്ലെസ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഏറ്റവും ഡൗൺ ആയിട്ടിരിക്കുന്ന സംഭവം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കോൺഫിഡൻസ് ആയിരിക്കും. നമ്മളിൽ കോൺഫിഡൻസ് കാണില്ല, നമുക്ക് നമ്മളിൽ ട്രസ്റ്റ് കാണില്ല. കോൺഫിഡൻസ് ഇല്ലാതെ വരുന്നതിന് വൺ ഓഫ് ദി മെയിൻ റീസൺ നമുക്ക് നമ്മളിൽ വിശ്വാസം ഇല്ലാതെ വരുമ്പോഴാണ്. എന്തുകൊണ്ടാണ് നമുക്ക് വിശ്വാസം ഇല്ലാതെ വരുന്നത് ചിന്തിച്ചിട്ടുണ്ടോ? അതായത് അതൊരു വൺ ഓഫ് ദി മെയിൻ റീസൺ നമ്മളോട് പ്രോമിസ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് ലാക്ക് ഓഫ് ട്രസ്റ്റ് വരുന്നത്. ലാക്ക് ഓഫ് ട്രസ്റ്റിൽ നിന്നും സെൽഫ് കോൺഫിഡൻസ് ഡൗൺ ആവുന്നു. ഞാനൊരു എക്സാമ്പിൾ പറയാം. ന്യൂ ഇയർ സമയത്ത് നമ്മളെല്ലാവരും റെസൊല്യൂഷൻ എടുക്കും. ഞാൻ ഇനി നാളെ തൊട്ട് ജിമ്മിൽ പോകും, അല്ലെങ്കിൽ ഞാൻ ഷുഗർ കട്ട് ഡൗൺ ചെയ്യും, അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ ഫസ്റ്റ് ഡേ നമ്മൾ പോകും, സെക്കൻഡ് ഡേ മേ ബി പോകുമായിരിക്കും, തേർഡ് ഡേയിൽ ഇതൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ മടി പിടിച്ച് കുത്തിയിരിക്കും. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളോട് ചെയ്ത ആ പ്രോമിസ് നമ്മൾ ബ്രേക്ക് ചെയ്തു. അപ്പോൾ സബ് കോൺഷ്യസ്ലി നമ്മുടെ മൈൻഡ് എന്താണ് റിസീവ് ചെയ്യുന്നത്? എനിക്ക് ഒരു കാര്യം ചെയ്യുമെന്ന് പറയുന്ന കാര്യം അത് ചെയ്ത് തീർക്കാനുള്ള ഒരു എബിലിറ്റി എനിക്കില്ല, ആ ഒരു കമ്മിറ്റ്മെൻറ്റ് ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ സബ് കോൺഷ്യസ്ലി നമ്മളോടുള്ള സെൽഫ് ട്രസ്റ്റാണ് ബ്രേക്ക് ചെയ്യുന്നത്. അങ്ങനെയുള്ള സമയത്ത് അങ്ങനെ സെൽഫ് ട്രസ്റ്റ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് പതിയെ ഡൗൺ ആയി വരും. അപ്പോൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റാത്തത് അത് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ആ ഒരു കോൺഫിഡൻസിനെ കൂടി അഫക്റ്റ് ചെയ്യുന്നു. സോ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ സെൽഫ് ട്രസ്റ്റും ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് വിത്ത് സ്മോൾ ഹാബിറ്റ്സ്. ചെറിയ ചെറിയ ഹാബിറ്റിൽ നിന്ന് തുടങ്ങുക. ഇപ്പോൾ ജിമ്മിൽ പോകാൻ പറഞ്ഞിരുന്ന കാര്യമൊന്നും മേ ബി എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വരില്ല. ഫസ്റ്റ്
എഴുന്നേൽക്കുന്ന സമയത്ത് ബെഡ് ബെഡ് മേക്ക് ചെയ്യുക, അതിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. അത് ജസ്റ്റ് ഒരു 2 മിനിറ്റ് മാത്രം എടുക്കുന്ന ഒരു കാര്യമാണ്. ഒരു 21 ഡേയ്സ് ഇത് കണ്ടിന്യൂസ്ലി ഫോളോ ചെയ്ത് നോക്കൂ. അപ്പം നമുക്ക് തന്നെ പ്രൗഡാകും, ഞാൻ ആ കാര്യം ചെയ്തു. പിന്നെ അതിൽ നിന്ന് നമുക്ക് ഓരോരോ ചെറിയ ഹാബിറ്റിൽ നിന്നും വലിയ വലിയ ഹാബിറ്റ്സിലേക്ക് പയ്യെ പയ്യെ ട്രാൻസ്ഫോം ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ ചെറിയ ഹാബിറ്റ്സിൽ നിന്നും വലിയ ഹാബിറ്റ്സിലേക്ക് ചേഞ്ച് ചെയ്ത് നമുക്ക് സ്വയം ഒരു സെൽഫ് കോൺഫിഡൻസും ട്രസ്റ്റ് നമ്മൾ നമുക്ക് വേണ്ടി ബിൽഡ് ചെയ്തെടുക്കണം. പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ജനറേഷനിൽ സോഷ്യൽ മീഡിയ അത് ഇതെല്ലാം കാരണം നമുക്ക് എക്സസീവ് എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ റിസീവ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ കിട്ടുന്ന ഇൻഫർമേഷൻ എല്ലാം പ്രോസസ്സ് ചെയ്യാൻ കൂടിയുള്ള ടൈം നമുക്ക് മര്യാദയ്ക്ക് മേ ബി കിട്ടുന്നുണ്ടായിരിക്കില്ല. നമ്മളപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാ ദിവസവും അറ്റ്ലീസ്റ്റ് ഒരു 10 മിനിറ്റ് നേരം സിറ്റ് വിത്ത് സൈലൻസ്. അങ്ങനെ നമ്മൾ നമ്മുടെ തോട്ട്സിനെ പ്രോസസ്സ് ചെയ്യാൻ കുറച്ച് ടൈം കൊടുക്കുക. ഇപ്പോൾ ഒരു 5 മിനിറ്റ് അല്ലെ 10 മിനിറ്റ് സമയം നമുക്ക് വെറുതെ ഫ്രീ ആയി കിട്ടി അപ്പോൾ തന്നെ ഫോണിൽ തോണ്ടാനുള്ള ഒരു ടെൻഡൻസി ആയിരിക്കും എല്ലാവർക്കും വരിക. അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ച് ഒരു 10 മിനിറ്റ് നേരം നമ്മൾ ജസ്റ്റ് സിറ്റ് വിത്ത് സൈലൻസ്. പാട്ടും ഒന്നും കേൾക്കരുത്. അതായത് ചുറ്റും നടക്കുന്ന കാര്യം, നമ്മുടെ എൻവയോൺമെൻറ്റ് ഒബ്സർവ് ചെയ്യുക, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോഴായിരിക്കും നമുക്ക് നമ്മുടെ ഔട്ടർ വേൾഡിൽ എന്തൊക്കെയാണ് നടക്കുന്നത് അതുമായിട്ട് കണക്ട് ചെയ്യാൻ നമുക്ക് പറ്റുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു പാർക്കിൽ പോയി 10 മിനിറ്റ് നേരം ജസ്റ്റ് കാമായിരിക്കുമ്പോൾ നമുക്ക് അവിടെയുള്ള കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യാൻ പറ്റും. നമ്മുടെ തോട്ട്സ് കൂടുതൽ ക്ലിയർ ആവും, നമുക്കൊരു ക്ലാരിറ്റി വരും. ഇത് സ്ട്രെസ് ലെവലെല്ലാം കുറയ്ക്കാൻ ഈ ഒരു ടെക്നിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പം നമ്മുടെ മൈൻഡ് ഭയങ്കര ക്ലട്ടർ ആയിരിക്കുന്ന സമയത്തും ഇങ്ങനെ ഒരു കുറച്ച് നേരം സൈലൻസ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ തോട്ട്സിനെ പ്രോസസ്സ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ജസ്റ്റ് ഒരു പെൻ ആൻഡ് പേപ്പർ എടുക്കുക, എന്നിട്ട് നിങ്ങളുടെ മനസ്സിൽ വരുന്ന തോട്ട്സ് എല്ലാം അങ്ങ് എഴുതുക. 10 മിനിറ്റ് നേരം ഫോണ് പാട്ട് ഒന്നുമില്ലാതെ, ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാതിരിക്കുക. ജസ്റ്റ് സിറ്റ് വിത്ത് പെൻ ആൻഡ് പേപ്പർ ആൻഡ് റൈറ്റ് ഡൗൺ. നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന എല്ലാ കാര്യങ്ങളും ഒന്ന് എഴുതി വെക്കുക. ഈവൻ ഇഫ് യു ആർ ഫേസിങ് എ പ്രോബ്ലം, ഇത് എൻ്റെ ലൈഫിൽ ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു ടെക്നിക്കാണ്. പ്രോബ്ലം വരുന്ന സമയത്ത് പോവുക, പെൻ ആൻഡ് പേപ്പർ എടുക്കുക, പ്രോബ്ലം എന്താണെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതുക ഫ്രം സ്ക്രാച്ച്. അതായത് ഇതാണ് ഞാൻ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം, ഇതിൻ്റെ റൂട്ട് കോസ് ഇതാണ്, ഈ പ്രോബ്ലം കാരണം ഈ പ്രോബ്ലം കാരണം ഫ്യൂച്ചറിൽ എനിക്ക് ഇന്ന കോൺസിക്വൻസ് വരാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ സ്ട്രെസ് ആയിരിക്കുന്നത്, ഇതിൽ നിന്ന് ഞാൻ എന്തെല്ലാമാണ് ഫീൽ ചെയ്യുന്നത് എന്നെല്ലാം പറഞ്ഞ് പ്രോബ്ലം ക്ലിയർ ആയിട്ട് സ്പെസിഫൈ ചെയ്യാം. അതിനുശേഷം കാമായിട്ടിരുന്ന് ഇതിന് പറ്റാവുന്ന ഈ പ്രോബ്ലം ഹൈപ്പോത്തറ്റിക്കലി എങ്ങനെയെല്ലാം സോൾവ് ചെയ്യാമെന്ന് ജസ്റ്റ് ഒരു ലിസ്റ്റ് ഉണ്ടാക്കാം. ഇപ്പോൾ ആ പ്രോബ്ലം എക്സാക്ട്ലി എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും മേ ബി നിങ്ങൾക്ക് അറിയില്ലായിരിക്കും. പക്ഷെ ഈവൻ ജസ്റ്റ് ഹൈപ്പോത്തറ്റിക്കലി ജസ്റ്റ് ഇമാജിൻ വാട്ട് ഇഫ് യു ക്യാൻ ഡു ദാറ്റ്. അങ്ങനെ അതായത് ഈ നിങ്ങളാണെന്നില്ല, വേറെ ആരും ആയിക്കൊള്ളട്ടെ, ആരായാലും സോൾവ് ചെയ്ത രീതി, ആ പ്രോബ്ലം സോൾവ് ചെയ്ത രീതികളെല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്ത് എല്ലാം ഒന്ന് ലിസ്റ്റ് ഡൗൺ ചെയ്യുക. അങ്ങനെ കാമായിട്ട് അതിന് പ്രോബബിൾ ആയിട്ടുള്ള എല്ലാ സൊല്യൂഷൻസ് ലിസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ മൈൻഡിലെ ക്ലട്ടർ എല്ലാം കുറയും, നിങ്ങൾ കുറച്ച് പീസ്ഫുള്ളായി ഹാപ്പി ആയിരിക്കും. ഇനി അടുത്തായിട്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് പ്രാക്ടീസ് സെൽഫ് ലവ് എന്നുള്ള കൺസെപ്റ്റ് എല്ലാവരും പറയുമെങ്കിലും അത് എക്സാക്ട്ലി എന്താണെന്ന് പലർക്കും അറിയില്ലായിരിക്കാം. അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒരു പ്രോബ്ലം ഫേസ് ചെയ്യാണ്, അപ്പോൾ നിങ്ങളത് പേഷ്യൻ്റ്ലി ലിസൺ ചെയ്ത് ആ ഫ്രണ്ടിന് വേണ്ട സൊല്യൂഷൻസ് നിങ്ങൾ സജസ്റ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അവരുടെ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റി, മെൻറ്റാലിറ്റി എല്ലാം ഓട്ടോമാറ്റിക്കലി നമുക്ക് വരും. ബട്ട് ദ സെയിം ടൈം ആ പ്രോബ്ലം നിങ്ങൾക്കാണ് വരുന്നതെങ്കിൽ ഈ തോട്ട്സ് മേ ബി നിങ്ങൾക്ക് വരണമെന്നില്ല. ആ പ്രോബ്ലം വരുന്ന സമയത്ത് നമ്മളെ ഹാർഷായി ജഡ്ജ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി കൂടും. ഇവിടെ നമുക്ക് സെൽഫ് കമ്പാഷൻ ആൻഡ് സെൽഫ് ലവ് ആണ് വേണ്ടത്.
നമ്മൾ നമ്മളോട് തന്നെ കുറച്ചുകൂടെ കമ്പാഷനേറ്റ് ആകുക. നമ്മളൊരു കാര്യം അച്ചീവ് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്യുക. ഈവൻ എക്സ്റ്റേണൽ ആയിട്ടുള്ള വാലിഡേഷനിൽ ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മൾ നമ്മളെ തന്നെ അപ്രിഷ്യേറ്റ് ചെയ്യുക, നമ്മളെ തന്നെ ലിസൺ ചെയ്യുക, നമ്മുടെ തന്നെ ബെസ്റ്റ് ഫ്രണ്ട് ആകുക നമ്മൾ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ തന്നെ ഇരിക്കുകയായിരിക്കും, അപ്പോൾ നമ്മൾ ഞാനിപ്പോൾ തന്നെയാണല്ലോ, ഒറ്റയ്ക്കാണല്ലോ, എൻ്റെ ഫ്രണ്ട്സ് ഇവിടെ ഇല്ല എന്ന് വിചാരിക്കാതെ അഞ്ജലി നിനക്ക് സുഖമാണോ എന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക. ഇപ്പം നിനക്ക് എന്താണ്, നിനക്ക് ഇഷ്ടമുള്ള പാട്ട് കേൾക്കണം, ഓക്കെ നമുക്ക് പാട്ട് കേൾക്കാം. അങ്ങനെ നമ്മൾ നമ്മളോട് തന്നെ സ്നേഹത്തോടെ സംസാരിക്കുക. ഇപ്പം നമുക്ക് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ കമ്പനിയോ അല്ല പാർട്ട്ണറിൻ്റെ കമ്പനിയോ എപ്പോഴും വേണം വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് ലൈഫ് തന്നെ അതിൽ നമ്മൾ ഡിപ്പെൻഡഡ് ആകരുത്. ഈവൻ നമ്മൾ അറ്റ് സം പോയിന്റ് ഇൻ ലൈഫ് നമ്മളൊരു ഒറ്റയ്ക്കായി പോയാലും നമ്മൾ സർവൈവ് ചെയ്യണം. സർവൈവ് ചെയ്യണം, നമ്മൾ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് നമ്മൾ നമ്മളോട് തന്നെ ഇൻറ്ററാക്ട് ചെയ്യണം. ഇപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ. ജനിച്ചപ്പോൾ തൊട്ട് നമ്മുടെ ഈ അറ്റ് ദ പ്രസൻറ്റ് മൊമെൻറ്റ് വരെ നമ്മുടെ കൂടെ എപ്പോഴും ഉള്ളത് ആരാണ്? നമ്മളാണ്. നമ്മുടെ ശ്വാസമാണ് ഓൾ ദ ടൈം എപ്പോഴും നമ്മുടെ കൂടെ ഉള്ളത്. അപ്പം നമ്മളെക്കാൾ കൂടുതൽ നമ്മളെ വേറെ ആർക്കറിയാൻ പറ്റും? നമുക്ക് വേണ്ടത് എന്താണ് എന്നെല്ലാം നമുക്കല്ലേ അറിയാവുന്നത്. നമുക്കൊരു എന്താ പറയുക, ഒരു സാഡായിട്ടുള്ളൊരു ഇൻസിഡൻ്റ് ഉണ്ടായി. നമ്മൾ വിചാരിക്കും എൻ്റെ ഫ്രണ്ട് അല്ല എൻ്റെ ബോയ് ഫ്രണ്ട് എന്നെ വിളിച്ച് ഒന്ന് ആശ്വസിപ്പിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എനിക്കിപ്പോഴൊരു എൻ്റെ പേരൻസ് വന്ന് എന്നെ സമാധാനിപ്പിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ മേ ബി ഓർത്ത് നമുക്ക് വിഷമിച്ചിരിക്കാം. പക്ഷേ ആ മൊമെൻറ്റിൽ അവർ സമാധാനിപ്പിക്കുമ്പോൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന വേർഡ്സ് എന്താണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. ആ വേർഡ്സ് നമുക്ക് നമ്മളോട് തന്നെ പറഞ്ഞുകൂടെ? അങ്ങനെ നമുക്ക് നമ്മളെ തന്നെ ആശ്വസിപ്പിച്ചുകൂടെ? നമുക്ക് നമ്മുടെ തന്നെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിക്കൂടെ? അതാണ് നമ്മൾ വേണ്ടത്. അപ്പോൾ നമ്മളെ തന്നെ നമ്മൾ പേഷ്യൻ്റ്ലി ലിസൺ ചെയ്ത് സെൽഫ് കമ്പാഷൻ ആൻഡ് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക.